അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ വാങ്ങിച്ചേരോ? ഇത് അപ്പൂപ്പ അമ്മൂമ്മ ബലൂൺ. അപ്പൂപ്പന എവിടെ അമ്മൂമ്മ ബലൂൺ മേടിച്ചേരെ? അയ്യോ അതല്ല അപ്പൂപ്പ, ഒരു പി പി സാധനം ഉണ്ട്, നമ്മൾ പി പി ഇല്ലേ അതിന്റെ ഇവിടെ ഒരു ബലൂൺ കാണും. നമ്മളിങ്ങനെ ഊതുമ്പോ അതിങ്ങനെ ആവുമ്പം പ്രസ് ആവുമ്പോഴത്തേക്ക് അത് അമ്മൂമ്മ അപ്പൂപ്പ അമ്മൂമ്മ അപ്പൂപ്പ അങ്ങനെ ശബ്ദം കാണിക്കും. അപ്പൂപ്പ മേടിച്ചേരാട്ടാ. രണ്ടെണ്ണം വാങ്ങിച്ചേരോ? എന്തിനാ രണ്ടെണ്ണം? കൂട്ടുകാർക്ക് എടുക്കാനാ. എന്നാ പിന്നെ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് മേടിച്ചേരാടി. അത് കുഴപ്പമില്ല. തന്തയുടെ അതേ സ്വഭാവം. നനഞ്ഞേടെ കുടിക്കാൻ ഇറങ്ങിയേക്കുക. അമ്മാവ ചായ എടുക്കണോ? വേണ്ട, ഇത്തിരി വെള്ളം മതി. വാടാ ഇറങ്ങി. ഞാൻ ഒന്നിരുന്നൊന്ന് മയങ്ങിപ്പോയി. നേരം വഴിയില്ലേ? പിന്നെ എൻ്റെ പേര് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ഏറ്റവും നീ ഞാൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് നിന്നാൽ മതി. കാരണം ഞാൻ പറഞ്ഞ സംശയം നമുക്ക് ഇറങ്ങാം. പോലെ അല്ല ഞങ്ങളും പോയി പുറത്തു പോയിട്ട് വരാം. എന്തിന്? പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം കിടപ്പുണ്ടല്ലോ. അപ്പൊ അത് വാങ്ങാനായിട്ട് അമ്മ ഒരു പാർട്ടി നിൽപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കായിട്ടേക്കുവാ. എന്തെന്ന്? അവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടേ. ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു 50 സെന്റ് സ്ഥലം. തെങ്ങുംപുരയിടം. തെങ്ങുംപുരയിടം. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിട്ടേ ഒരാള് നമ്മുടെ വാങ്ങാണ്ട്. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട്. ഏതാണ്? രാഘവൻ. ഗോപാലൻ. രാഘവന്റെ സ്ഥലം ഗോപാലൻ മേടിക്കണോ? അതെ. അപ്പൊ അതൊന്ന് കച്ചവടാക്കാൻ വേണ്ടിട്ട്. ഇന്നോ? ഇന്നിപ്പൊ അങ്ങനെ കച്ചവടാക്കാൻ പോവണ്ട. തുടങ്ങി. ഒന്നുമല്ല, അമ്പലത്തിൽ ഉത്സവാന്നേ. അതല്ല, ഈ ഉത്സവ ദിവസമാകുമ്പോ വേറെ ബ്രോക്കർമാര് വരില്ല. ഇന്ന് കയ്യോടെ നടക്കും, നാളെ വേറെ വല്ലവരും വന്നാൽ കിട്ടണ കാശില്ലേ. ഇവക്ക് ഇതുപോലെ അറിയാമോ? വീട്ടിൽ ഇരുന്നിട്ട് പൈസ എന്ന് പറഞ്ഞാൽ മതി. നമ്മള് പിന്നെ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അങ്ങോട്ട് തേട്ടാൻ പോവല്ലേ? ഉത്സവത്തിന് സമയം ഇനിയും കിടക്കല്ലേ, വൈകുന്നേരം അല്ലേ? ഇപ്പൊ മണി 3 ആയുള്ളൂ. വെള്ളം വെക്കല്ലേ? ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പോവാം. നിങ്ങൾ വരുമല്ല, ഞാനും കൊച്ചു ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നീ എന്താ പറയണ? ചായ ഇവിടെ വന്നിട്ടേ കുടിക്കുള്ളൂ. ചായ നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം. ഇതറിയാലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പൊ എവള് തടസ്സം നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവളോട് കൂടിയ ശേഷം ഞാൻ ഇങ്ങനെ മുരടിച്ചു പോയ. അയ്യോ, എന്താ കയ്യാ? വരുവോ? എനിക്ക് അത്ര അറിയണം. വരുന്ന് തക്കളിമാളെ റെഡി ആയി നിൽക്കിട്ടാ. സത്യമായിട്ട് ഞാൻ കൊന്നു. ഞങ്ങൾ അതുവഴി യുഗാണ്ടേ പോവും. പോയിട്ട് ഇങ്ങോട്ട് വരുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആയിട്ട് പോവാലോ. കള്ളു കുടിക്കാനായിട്ട് പോണാണോ? അയ്യോ ഞാൻ അമ്മ പോണ്ട, അമ്മ ഒരിടത്തും പോണ്ട. അയ്യോ, ഞാനായിട്ട് ഇനി നിങ്ങളെ മുരടിപ്പിക്കണില്ല. പോയി പൂത്ത് തളിർത്തിട്ടൊക്കെ വാ.